ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിയമപരമായി നടക്കുന്ന ഒരു കാര്യം രഞ്ജിത്തിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. ഒരു കഥാകൃത്ത് സംവിധായകൻ വി കെ പ്രകാശിനെതിരെ DGPക്ക് പരാതി നൽകിയെന്നും പറയുന്നുണ്ട്. അതിൽ കേസെടുത്തുവെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. അതിജീവിതകൾ പരാതി നൽകാൻ തയ്യാറാവുന്നത് സമൂഹം ഒറ്റക്കെട്ടായി ഇരപിടിയന്മാർക്കെതിരെ നിലയുറപ്പിക്കുന്നത് കൊണ്ടുകൂടിയാണ്. അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ പരാതിയുമായി വരട്ടെ എന്നാണ് സർക്കാർ നിലപാട്. ആരോപണ മഴയിൽ നിയമപരമായ അരാജകത്വത്തിലേക്ക് പോവുകയാണോ കേരളം? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി അഭിനേത്രി മിനു മുനീർ, ഇടത് സഹയാത്രികൻ BN ഹസ്കർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ എന്നിവർ. ആദ്യം മിനുവിലേക്ക്. മിനു, കുറേ അധികം പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മിനു ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത്. ഇവർ ഇത്രയധികം ആളുകൾ, ഒരാൾക്ക് ഇത്രയധികം ആളുകളിൽ നിന്ന് ഇത്രയും മോശം അനുഭവങ്ങളുണ്ടായി എന്ന് മിനു വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിരവധി പേർ ഇത്തരം തുറന്നു പറച്ചിലുകളുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ നാം പറഞ്ഞ രഞ്ജിത്തിനെതിരായിട്ടുള്ള ഒരു പരാതി മാത്രമാണ് കേസായിട്ടുള്ളത്, പോലീസ് കേസെടുക്കുന്നത്. അതിനർത്ഥം പരാതി നൽകാൻ തയ്യാറായാൽ സർക്കാർ കേസെടുക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് മിനു പരാതിയുമായി മുന്നോട്ട് പോകാത്തത്, ഒരു പോലീസ് പരാതിയുമായി മുന്നോട്ട് പോകാത്തത്? മിനുവിന് കേൾക്കുന്നുണ്ടോ? കേട്ടില്ല. മിനു ഇപ്പോൾ നിരവധി പേർക്കെതിരെ പരാതിയുമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു. എന്തുകൊണ്ടാണ് മിനു പോലീസിൽ പരാതിപ്പെടാത്തത്? അതെ, പോലീസിൽ പരാതിപ്പെടാതിരുന്നത് ഞാൻ 2013 ഞാൻ ഈ കേരള വിട്ട് ഞാൻ പോയ ആളാണ്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് എനിക്ക് ജസ്റ്റിസ് കിട്ടുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഹേമ കമ്മിറ്റിയൊക്കെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഗ്രീവിയൻസ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ തുറന്നു പറയാൻ കാരണം. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ പിണറായി സാറും പറഞ്ഞു, ആരെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വന്നാൽ തീർച്ചയായിട്ടും എത്ര പ്രമുഖനാണെങ്കിലും അവർക്കെതിരെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതും കൂടെയാണ് ഞാനിപ്പോൾ പരാതിക്ക് വരാൻ കാരണം. മിനു ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ പ്രമുഖർ തന്നെയാണ്. അതിൽ ഒരാൾ നിയമസഭാംഗം കൂടിയാണ്, ഭരണകക്ഷി MLA ആണ്. അപ്പോൾ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് പല രീതിയിൽ, അതിന് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ കൂടിയുണ്ട്. ഇവിടെ പരാതി ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുമ്പോഴും മിനു എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാൻ തയ്യാറാവാത്തത്? ഇപ്പോൾ അല്ല, ഞാൻ ശരിക്കും ഇന്നലെ 1 മണിക്കാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത്. പറയൂ മിനു, പറയൂ. ഞാൻ ഇന്നലെ 1 മണിക്കാണ്, ആക്ച്വലി രാത്രി 1 മണിക്കാണ് പോസ്റ്റ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ 7 മണി തൊട്ട് ഏഷ്യാനെറ്റ് വരുന്ന എല്ലാ മീഡിയകളും വന്ന്, ഇപ്പോൾ സമയം എത്രയാണ്, 9 മണിയായി. ഈ സമയം വരെ ഞാൻ മീഡിയയുടെ കൂടെ ബിസിയാണ്. അപ്പോൾ എനിക്കൊരു ടൈം കിട്ടിയാലല്ലായിരിക്കും. തീർച്ചയായിട്ടും നാളെ ഞാൻ ഇന്ന് കംപ്ലൈൻറ്റ് കൊടുക്കും, പരാതി കൊടുക്കും. എനിക്ക് എൻക്ലേവിൽ നിന്നും ഒരു മാഡം എന്നെ IPS മാഡം കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ മാഡത്തിനെ കോൺടാക്ട് ചെയ്ത് പരാതിയുമായിട്ട് മുൻപോട്ട് പോകും. ശരി. മിനു ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച എല്ലാവർക്കെതിരെയും പരാതി നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ നമുക്കത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അത്രയ്ക്കും ഒരു വളരെ ബിറ്ററായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായത്. 13 വർഷമായിട്ട് ഞാനതെൻ്റെ നെഞ്ചിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ. ആരോട് പറഞ്ഞിട്ട് എന്താ വല്ല കാര്യമുണ്ടോ? ആരോട് പറയാനാ? അമ്മ എന്ന സംഘടന തന്നെ ഇവരാണ്, ഈ പറഞ്ഞ ആൾക്കാരാണ്, ഈ കൾപ്രിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അമ്മയിൽ. പിന്നെ നമ്മൾ എവിടെ പോയി പറയും, ആരോട് പറയും? അപ്പോൾ വളരെ നീറി ഉള്ളിൽ, ഈവൻ എൻ്റെ കുട്ടികൾ വരെ ഇന്നാണ് അവർക്ക് സംഭവങ്ങൾ തന്നെ അറിയുന്നത്. മമ്മി ഇങ്ങനെയുള്ള വേദനകളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ അവരൊക്കെ ഇപ്പോഴായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ റിലേറ്റീവ്സൊക്കെ ഇപ്പോൾ ഈ ന്യൂസ് കണ്ടുകൊണ്ടായിരിക്കും അവരെല്ലാം അതെല്ലാം കേൾക്കുന്നത് തന്നെ. അപ്പോൾ ഇത്രയും നാളും ഞാൻ അനുഭവിച്ചൊരു വേദന, എനിക്കുണ്ടായ ഒരു വേദന എത്രത്തോളം എന്നിട്ടും ഞാൻ ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കോപ്പറേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും തയ്യാറായെങ്കിലും
ഇവരുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹരാസ്മെൻറ്റ്, സെക്സ്വൽ ഹരാസ്മെൻറ്റ്, അതെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കേരളം വിട്ടു തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ചെന്നൈക്ക് പോവുക ചെയ്തത്. മിനു, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വഴങ്ങാത്ത ആളുകളെ ഒരുതരം സിസ്റ്റമാറ്റിക്കായി എക്സ്പെൽ ചെയ്യുന്ന ഒരു രീതി മലയാള സിനിമയിലുണ്ട് എന്നുള്ളത് മിനുവിൻ്റെ അനുഭവം തെളിയിക്കുന്നുണ്ടോ? എങ്ങനെയുള്ള ആൾക്കാരെ? അതായത് ഇവരുടെ ഇംഗിതത്തിന്, ഈ ഇരപിടിയന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പുറന്തള്ളുന്ന ഒരു രീതി അതിനകത്തുണ്ടോ? ആ ഒരു മെക്കാനിസം ഉണ്ടോ അതിനകത്ത്? തീർച്ചയായിട്ടും ഉണ്ട് 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 അങ്ങനെ ഒരുപാട് പേരെ ഇപ്പോൾ പലർക്കും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചിട്ട് കഴിയുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെ ഏത് ഇഷ്ടം, ഇപ്പോൾ ലൈംഗികം തന്നെ ആയിരിക്കണമെന്നില്ല, ഇവരുടെ ഇഷ്ടത്തിന് എതിരായിട്ട് നിൽക്കുന്നവരെല്ലാം ഇവർ ഈ ഒരു ഗ്യാങ്, ഈ ഒരു മാഫിയ പുറത്താക്കുകയാണ് ചെയ്യുന്നത്, ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിരവധി പേർ ഇങ്ങനെ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന കമൻറ്റാണ്, ഒരുപക്ഷെ ഈ പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിനുവിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഒരു നടൻ ജയസൂര്യക്കെതിരെ മിനു ഒരു പരാതി ഉന്നയിച്ചു. പക്ഷേ ഇതേ ജയസൂര്യക്കെതിരെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചിരുന്ന് ഫോട്ടോ മിനു തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഞാൻ എല്ലാ നടന്മാരുടെയും കൂടെയും നടിമാരുടെയും കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ആൽബം പെട്ടെന്ന് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇയാളൊരു ആരെയും കൾപ്രിറ്റഡ് കണ്ടില്ല. ഈവൻ ജയസൂര്യ മാത്രമല്ലല്ലോ, മണിയമ്പള രാജചേട്ടൻ്റെ കൂടെ ഫോട്ടോ ഉണ്ട്, മുകേഷ് ചേട്ടൻ്റെ കൂടെയും ഫോട്ടോ ഉണ്ട്, എല്ലാം. ഞാൻ അവിടെ ഒരു ആർട്ടിസ്റ്റായിട്ട് മാത്രമേ, എനിക്കൊരു പ്രൊഫൈൽ വേണമായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ആ പ്രൊഫൈൽ അവിടെ ഉണ്ടാക്കി വെച്ചെന്നല്ലാണ്ട് നമ്മളുടനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമുക്കത് അറിയണം. എനിക്കല്ലേ അറിയുള്ളൂ ആക്ച്വലി എന്താ നടന്നതെന്ന്. അത് സമയമാകുമ്പോൾ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യും, എനിക്ക് ദൈവം അതിനൊരു അവസരം തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഫോട്ടോ വെച്ചതുമായിട്ട് അതിന് ഒരു പ്രസക്തിയില്ല. അത് ഞാൻ വെറുതെ മുകേഷ് ചേട്ടൻ്റെ വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു ആർട്ടിസ്റ്റ്, കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെ വേണ്ടേ, അതുകൊണ്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയപ്പോൾ വെച്ചെന്നേ ഉള്ളൂ. അത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു കരിയർ പ്രൊഫൈൽ വർദ്ധിപ്പിക്കുക എന്നായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം, അങ്ങനെയാണ്? സാമൂഹ്യം എൻ്റെ പ്രൊഫൈൽ ഇട്ടതോ? ഫേസ്ബുക്കിലാണ് കണ്ടത്. ഫേസ്ബുക്കിൽ ഞാനൊരു കവർ പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പേജിനകത്ത് ഞാൻ എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ മൊത്തം ആരൊക്കെ ഉണ്ടോ അതെല്ലാം ചുമ്മാ എടുത്തിട്ടു. അത് കവർ പേജ്. അതും ഇതുമായിട്ട് ഒന്നുമില്ല, അതിൽ യാതൊരു ഇതുമില്ല. അവരെ ഞാൻ അന്നേരം കൾപ്രിറ്റായിട്ട് കണ്ടിട്ടില്ല, നിങ്ങളോടൊക്കെ ദൈവം ചോദിച്ചോളൂ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം, ഈ ഒരു മോശം അനുഭവവും മോശവും സാഹചര്യവും കൊണ്ട് സിനിമാ അഭിനയം എന്ന മോഹം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരാളായിട്ടാണോ മിനുവിനെ കാണുന്നത്? ഈ ഒരു സംഭവം കാരണം ഞാൻ വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ സ്കൂൾ, ഞാനൊരു ഓൾറൗണ്ടർ ആയിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ 18 വയസ്സിലെ കല്യാണം കഴിച്ച് പിന്നെ ഗൾഫിൽ പോയി. അങ്ങനെ ലൈഫ് സെറ്റിൽ ആയതിനു ശേഷം മാത്രമാണ് ഞാൻ സിനിമ ഫീൽഡിലോട്ട് വന്നത്. ഞാനത് എടുത്തു പറയാൻ കാരണം, ഞാൻ ജീവിക്കാൻ വേണ്ടി സിനിമയിൽ വന്ന ഒരാളല്ല, ഒരു കലാസ്നേഹി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫിലിമിലോട്ട് വന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ ഇതെല്ലാം അവരെ ചവിട്ടി അരയ്ക്കുകയാണ് ഇവർ ഈ 4 പേരും ചെയ്തത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ബെഡ് ഷെയർ ചെയ്യാത്തതുകൊണ്ട്, അതല്ല ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് എനിക്കൊരു അംഗത്വം പോലും, ഞാൻ എത്ര സിനിമയിൽ അഭിനയിച്ചു, മലയാളത്തിലൊരു 16-17 ഫിലിം ഞാൻ മൊത്തം അഭിനയിച്ചു. എന്നിട്ട് എനിക്ക് അവിടെ ഒരു മെമ്പർഷിപ്പ് തരാൻ അവർ തയ്യാറായില്ല. എന്താ തെറ്റ് ചെയ്തത്? ഞാൻ കാശ് കൊടുക്കാൻ റെഡിയായിരുന്നു, പക്ഷെ അവർ തന്നില്ല. എന്തുകൊണ്ട്? ബെഡ് ഷെയർ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഒരുപാട് മനസ്സ് വേദനിച്ചാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത് തന്നെ മാത്രമല്ല, അവരെനിക്ക് വരുന്ന സിനിമകളെല്ലാം അവർ എന്നെ അതിൽ നിന്ന് മാറ്റുകയും ചെയ്തു. മിനു, ഷീ ഈസ് യൂസ്ലെസ്, ഷീ ഈസ് വേർത്ത്ലെസ്, പുള്ളിക്കാരിയെ വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവരുടെയൊക്കെ ഭാര്യമായിട്ടായിട്ടൊക്കെ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ പറയുന്നോ, എൻ്റെ ഭാര്യയായിട്ട് ആരാ അഭിനയിക്കുന്നത്? അത് മിനുവാ. മിനു വേണ്ട, വേറെ ആരെങ്കിലും വിളിക്കുക. അങ്ങനെ പല ഡയറക്ടർമാരും എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. ഈ മിനു ഇവിടെ മനമെടുത്ത് ചെന്നൈയിലേക്ക് പോയതിനു ശേഷമാണോ തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചത്? അതെ. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു വാശിയായിരുന്നു, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. അങ്ങനെ ഞാൻ വില്ലത്തിയായിട്ട് അഭിനയിച്ചു, ഗ്ലാമറിൽ അഭിനയിച്ചു,
എനിക്കതിലൊക്കെ നല്ല ഒരുപാട് അത് പല ലാംഗ്വേജിലും ആ സിനിമകളൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ അത് വില്ലേജ് ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പം തമിഴ്നാട്ടിലെ ആൾക്കാർ അത് വളരെ വളരെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് അവരത് ഏറ്റെടുക്കുകയും അവർ ഇത്ര നല്ല ബോൾഡായിട്ട് അഭിനയിച്ചാൽ അവരെന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. എനിക്ക് അവാർഡൊക്കെ തരുകയൊക്കെ ചെയ്തു. അവർ തന്നെ ഒരു തമാശയായിട്ട് പറയുകയും ചെയ്തു, ഞങ്ങൾക്കൊരു പെൺകൊച്ചുണ്ടാവുകയാണെങ്കിൽ ആ കൊച്ചിന് ഞങ്ങൾ മുത്തമ്മ എന്ന് പേരിടും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ മലയാളീസ് അവർ അയ്യേ ഗ്ലാമർ എന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിലിട്ട് അവർ പറയാനൊക്കെ തുടങ്ങിയ വളരെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി, അത് എനിക്ക് മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടായത്. ശരി, മിനു ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ആളുകൾ എത്ര ശക്തരാണെന്നറിയാമോ? രാഷ്ട്രീയമായും മറ്റ് ഇൻഫ്ലുവൻഷ്യലായിട്ടും അവരോട് ഒറ്റയ്ക്ക് പോരാടാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവർ എത്ര ശക്തരാണെന്നോ എനിക്ക് ഐ ഡോണ്ട് കെയർ. ഐ നീഡ് ജസ്റ്റിസ്. ഞാനാണ് ഇതിൻ്റെ വിക്ടിമായത്, ഇതിൻ്റെ ഇരയായത് ഞാനാണ്. എനിക്ക് ജസ്റ്റിസ് വേണം. ഞാൻ പരാതി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ജസ്റ്റിസ് വേണം. എൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാർ ആരോ എന്നിന്ന് എനിക്ക് പ്രശ്നമില്ല, അവരാരോ മിനുവിന് ജസ്റ്റിസ് വേണമെന്ന്. സമാനമായ അനുഭവങ്ങളുള്ള ആരെങ്കിലും മിനുവിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുണ്ടോ? അത്തരം സഹജീവികളെ കേട്ടിട്ടുണ്ടോ മിനു സിനിമയിൽ? സിനിമയിൽ ചാർമിള പറഞ്ഞിട്ടുണ്ട്. ചാർമിളക്ക് ഒരുപാട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് സമാനമായ അനുഭവമുള്ള മറ്റുള്ളവരെ സിനിമാ ഫീൽഡിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് മലയാളത്തിൽ, ഈ ചാർമിള അല്ലാതെ. ചാർമിള അല്ലാതെ പിന്നെ എനിക്ക് ഞാൻ ചെന്നൈയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓസ്ട്രേലിയക്ക് പോയി, ഹസ്ബൻഡ് അടുത്തോട്ട് പോയായിരുന്നു. നമ്മളൊക്കെ അപ്പോൾ കുറേ ഗ്യാപ്പായി പോയി. അപ്പോൾ എല്ലാവരുടെയും നമ്പരൊക്കെ പോയി. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അങ്ങനെ സംസാരിക്കാൻ. ശരി മിനു, ഞാൻ മിനുവിലേക്ക് മടങ്ങി വരാം. ശ്രീ BN ഹസ്കർ ആദ്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാൾ നടിയുടെ പരാതിയിലാണ്. അത് ജാമ്യമില്ലാ വകുപ്പിലുള്ള കേസാണ്. അതിനും പരാതി കൊടുക്കേണ്ടി വന്നു. ഇനിയും പരാതിപ്പെടാത്ത മിനുവിനെ പോലുള്ളവർ, മിനു പരാതി കൊടുക്കുമെന്ന് പറയുന്നു, മിനുവിനെ പോലുള്ളവർ ധാരാളം പേരുണ്ട്. സർക്കാർ ഇപ്പോഴും പരാതി വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. മിനുവിനെ പോലെ ധൈര്യമുള്ള എത്ര അതിജീവിതന്മാരുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പരാതിയില്ലാതെ ഇക്കാര്യത്തിൽ FIR ഇടാൻ പോലീസ് തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർക്ക് വേണ്ടി ഒരു FIR ഇല്ലാത്തത്? ജിംസേ, നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി പൊതുവെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾക്ക് പിന്നാലെ പായുന്നതിൻ്റെ മനസ്സ് നമുക്ക് വല്ലാതെ കൂടുന്നൊരു സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ഇത്ര പ്രാധാന്യത്തോടെ വരുന്നത്. നേരത്തെ അങ്ങയുടെ ചാനലിൽ തന്നെ ആ ബംഗാളി നടി പകരം ഈ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് ഇക്കിളിക്കഥകളായിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇത് ഇക്കിളിക്കഥകളല്ല, ഇത് അതിജീവിതമാരുടെ ദുരനുഭവങ്ങളുടെ കഥകളാണ്. കോഗ്നിറ്റീവ് ഒഫൻസ് ആണ്, കേസെടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കത് ഇക്കിളിക്കഥകളായിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല. മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മീഡിയ കൊണ്ട് അങ്ങനെയാണ്. അജിംസെ ഞാൻ ഈ അതിജീവിതകൾക്കൊപ്പമാണ്. ഇപ്പോൾ മിനു സുധീർ എന്ന് പറയുന്ന നടി വെളിപ്പെടുത്തിയതിനൊപ്പമാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വാസ്തവമെങ്കിൽ ആ വാസ്തവത്തിനൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ടി വർത്തമാനം പറയുക, അവരോടൊപ്പം ചേരുക. അതാണ് എൻ്റെ താതാത്മ്യം, എൻ്റെ ബോധ്യം അതാണ്. അത്തരത്തിൽ നിൽക്കുന്നതിനു തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഒന്ന്. രണ്ട്, ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പറയപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരിൽ FIR എടുത്തിട്ടില്ല. നമുക്ക് രാജ്യത്ത് ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ലളിതകുമാരി കേസിൽ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല സംവാദങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ടിന്റെ പരിധിയിലല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുള്ളത്. മറിച്ച് മലയാള സിനിമയിൽ ലോക സിനിമയിൽ ആദ്യമായി മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു 3-അംഗ കമ്മിറ്റിയെ നിയമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ സർക്കാർ നടത്തിയിട്ടുള്ള പഠനം, ആ പഠനത്തിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള മൊഴികൾക്ക് രഹസ്യ സ്വഭാവം ഉണ്ടാവണമെന്ന് കൊടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തീരുമാനിച്ചിരുന്നു. കമ്മീഷൻ ആയിരുന്നു എങ്കിൽ മറ്റൊരു വസ്തുതയിലേക്ക് മാറിയേനെ. കമ്മീഷൻ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവകാശം കൂടി കമ്മീഷനിലുണ്ട്. ഒറ്റ കാര്യം പറയട്ടെ,
ഒരു മുൻ മന്ത്രി ഒരു പൊതുയോഗത്തിൽ 1 2 3 4 ചോദിച്ചോളൂ. കൊലപാതകം നടത്തി കൊന്നുകളഞ്ഞു എന്ന് ചുമ്മാ പ്രസംഗിച്ചു പോയുള്ളൂ ആവേശത്തിൽ. കേസെടുത്ത സംസ്ഥാനമാണിത്. ഇവിടെ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നു എന്ന് ഒരു മുൻ ജഡ്ജി അധ്യക്ഷയായ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിന്റെ ഇൻഫർമേഷൻ സർക്കാരിന്റെ കയ്യിലിരിക്കെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നാണ് ചോദ്യം. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ BNSന്റെ 176 വകുപ്പും അതുപോലെ തന്നെ പഴയ CRPC 154 വകുപ്പും ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ വിവരം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ സംഭവത്തെ സംബന്ധിച്ച് ഇപ്പോൾ മിനു സുധീർ ഈ മാധ്യമത്തിൽ ഇരുന്ന് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയതുകൊണ്ട് അതൊരു ഇൻഫർമേഷനാണ് പോലീസിനെ സംബന്ധിച്ച്. പലരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കേട്ടുകൊണ്ടിരിക്കുക. അവർക്ക് എല്ലാവർക്കും FIR എടുക്കാൻ കഴിയുമോ? FIR എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മിനു സുധീർ കൃത്യമായി പോലീസിൽ ഒരു പരാതി, ഒരു ഇമെയിലെങ്കിലും അയച്ചിരിക്കണം. ആ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൃത്യമായ കാര്യത്തിൽ പോലീസ് കേസെടുക്കാൻ ഒരു സംശയം വേണ്ട. പോലീസ് കേസെടുക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ലളിതകുമാരി കേസിലെ സുപ്രീം കോടതിയുടെ വിധി. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരു റേപ്പ് കേസിലെ സർവൈവർ, ഒരു നിമിഷം അസ്കർ, ഒരു റേപ്പ് കേസിലെ സർവൈവർ, ഒരു ലൈംഗികാതിക്രമ കേസിലെ സർവൈവർ, ആ കേസിൽ പരാതിക്കാരിയാണോ സാക്ഷിയാണോ? യഥാർത്ഥത്തിൽ അത്തരം കേസിൽ ആരാണ് പരാതിക്കാരൻ? സ്റ്റേറ്റ് ആണ് പരാതിക്കാരൻ. പിന്നെ എന്തിനാണ് പരാതി കൊടുക്കുന്നത്? അസ്കർ, ഒരു അഭിഭാഷകനായ അങ്ങയോട് ഈ കാര്യത്തിൽ തർക്കിക്കുന്നതിൽ എനിക്ക് തന്നെ ജാള്യം തോന്നുന്നുണ്ട്. ഒരു സർവൈവർ പരാതി നൽകിയാൽ FIR ഇടൂ എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ്? ഇതാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ ജിംസ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. A എന്ന് പറയുന്ന ആൾ B എന്ന് പറയുന്ന ഒരാളെ കൊന്നു എന്നൊരു വാർത്ത വരുന്നു. നിങ്ങൾ ഉടൻ തന്നെ ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയാവുന്നു. പോലീസിന് FIR ഇടാൻ കഴിയുമോ? A എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ എങ്ങനെ FIR ഇടാൻ കഴിയും? ഇതിന് കൃത്യമായ വിവരങ്ങൾ വേണം. FIR ഒരു എൻസൈക്ലോപീഡിയ അല്ലെന്ന് സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിനൊരു ജുഡിസ്ഡിക്ഷൻ വേണം. ഇപ്പൊ നാം കണ്ടല്ലോ, കലൂർ കടവന്തറ റോഡിൽ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതി ഇമെയിലിൽ ലഭിച്ചപ്പോൾ പോലീസ് FIR എടുത്തില്ല, മണിക്കൂറുകൾ പോലും എടുത്തില്ല. അതുപോലെ ഒരു മെയിൽ അയക്കണം, ഒരു വാട്സാപ്പ് സന്ദേശമെങ്കിലും അയച്ചു കഴിഞ്ഞത് നിശ്ചയമായി ഹേമ കമ്മിറ്റി മൊഴികളിൽ ഒഫൻസസ് നടന്നിട്ടുണ്ട് എന്ന വിവരമുണ്ട്. എവിടെ വെച്ച് നടന്നു, ആര് ചെയ്തു എന്ന വിവരമുണ്ട്. ആ വിവരം മതി FIR ഇടാൻ. എന്തുകൊണ്ട് ഇടുന്നില്ല എന്നാണ് ചോദ്യം. അത് പോലീസ് കണ്ടതാണ്. പോലീസ് DGP വായിച്ച കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കിയതാണ്. അതുകൊണ്ടാണ് അല്ല, ഹേമ കമ്മിറ്റി അല്ലോ FIR ഉണ്ടത്. DGPക്ക് അയച്ചു കൊടുത്ത കമ്മിറ്റി റിപ്പോർട്ട് തിരിച്ചു മടക്കിയ സർക്കാരിന്. അതിൽ എന്റെ അജിംസ് ഞാനതൊന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അജിംസെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് DGP ആയിരുന്ന ബെഹ്റയ്ക്ക് മുമ്പാകെ കൊടുക്കുകയും അദ്ദേഹം അത് FIR എടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു എന്നുള്ള ഒരു വസ്തുതയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറ്റിയില്ല എന്നുള്ളത് ഹേമ കമ്മിറ്റി മുമ്പാകെ കൊടുത്തിട്ടുള്ള സർവൈവേഴ്സിന്റെ മൊഴികൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ FIR എടുക്കാനാവില്ല. എന്തെന്നാൽ അത് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്ത മൊഴിയും ആ മൊഴി ഹിയർസേ മാത്രമാണ്. നിയമത്തിന്റെ പ്രാഥമിക പാഠത്തിൽ പറയുന്നതാണ് ഹിയർസേ ഈസ് ഇൻഅഡ്മിസിബിൾ. റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരം ഒഫൻസസ് നടന്നതിന് ആധാരമായ വാട്സ്ആപ്പ് ചാറ്റുകൾ. ഒരു നിമിഷം, വാട്സ്ആപ്പ് ചാറ്റ് ഇരകൾ ഡയറക്റ്റ് കൊടുത്ത മൊഴിയും അവർ കൊടുത്ത തെളിവുകളും ഉൾപ്പെടെ അതിലുണ്ടെന്നേ. ആർക്ക് കൊടുത്തു? നമ്മൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഹേമ കമ്മിറ്റിക്കാ കൊടുത്തേ. അതെ, ഹേമ കമ്മിറ്റി കൊടുത്ത ആ വിവരം തെളിവുകൾ സഹിതം, വാട്സ്ആപ്പ് ചാറ്റുകൾ തെളിവുകൾ സഹിതമാണ്. അതിൽ അപ്പൻഡിക്സിൽ പ്രധാനമായും ഇത്തരം തെളിവുകളാണ്. ആ തെളിവുകൾ സഹിതമാണ് കൊടുത്തത് സർക്കാരിന്. സർക്കാർ അത് DGPക്ക് കൈമാറി തിരിച്ചു മടക്കി. 4.5 വർഷം അതിലടയിരുന്നു. വാട്സ്ആപ്പ് ചാറ്റ് ഒരു നിമിഷം വാട്സാപ്പ് ചാറ്റ് കൊടുത്തു. ശരി, ഞാനത് അംഗീകരിക്കുന്നു. വാട്സാപ്പ് ചാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാട്സാപ്പ് ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തെളിവായി രൂപാന്തരപ്പെടണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നറിയാമോ? IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കേഷൻ അടക്കം അല്ലല്ല, ആ തെളിവ് കണ്ടുപിടിക്കേണ്ട പണി ആരുടെയാണ്? പോലീസിന്റെ അതോ ഇരകളുടെ? അത് പോലീസിന്റെയാണ്. ഇതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നമ്മൾ പറഞ്ഞ അവിടം വരെ എത്തി. ഞാൻ അസ്കറിലേക്ക് വരാം. ഈ സർവൈവേഴ്സ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പോലീസ് മുമ്പാകെ പരാതി അയക്കുക.
അവരുടെ സ്വകാര്യത തെളിവ് കണ്ടെത്തേണ്ടത് സംരക്ഷിക്കപ്പെടും. ഒരു പോലീസ്, സംശയം വേണ്ട കാര്യം. തെളിവ് കണ്ടെത്തേണ്ടത് പോലീസ്. വേണമെങ്കിൽ പരാതി എടുക്കാം. പിന്നെ എന്താ പ്രശ്നം? എന്താ അല്ല, പരാതി എടുക്കുന്നേ, ഒരു പരാതി അയക്കുന്നേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ച് ഒരു FIR ഇടാനുള്ള തടസ്സം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു FIR ഇടാനുള്ള തടസ്സം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ മീനു ഇവിടെ നിന്ന് പറഞ്ഞ കാര്യം, ആ പറഞ്ഞ കാര്യങ്ങളിൽ മീനുവിന്റെ സ്ഥലവും സന്ദർഭവും വർഷവും ഒക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയും. എന്തുകൊണ്ട് FIR ഇടാൻ കഴിയുന്നില്ല? അത് വെച്ചിട്ട് FIR എടുക്കാൻ കഴിയില്ല. ആ വിവരം വെച്ച് FIR എടുക്കാനാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ FIR എടുക്കണം. ഈ പറഞ്ഞ 6 or 7 ആളുകൾക്കെതിരെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ FIR എടുക്കണം. അങ്ങനെ എടുക്കാൻ പറ്റുമോ? ജൂറിസ്ഡിക്ഷൻ വേണ്ടേ പോലീസ് സ്റ്റേഷന്റെ? അതല്ലേ പറഞ്ഞ എവിടെ വെച്ച് നടന്നു എന്ന് പറയാൻ കഴിയും. കേസെടുക്കോ സ്റ്റേറ്റ് പോലീസ്? അങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങളുടെ മീഡിയയിലൂടെ പറയുന്നത് കൊണ്ട് കേസെടുക്കാനാവില്ലെന്നേ. അത് ആ ഒറ്റക്കാര്യം ചെയ്താൽ മതി. മീനു സുധീർ ഒരു പരാതി ഇമെയിലായി ഇപ്പൊ ഇറങ്ങുന്ന നിമിഷം സ്റ്റേറ്റ് പോലീസ് ചീഫിന് അയച്ചു കൊടുക്കുന്നേ. ഇന്ന് വെളുക്കുന്നതിന് മുമ്പ് അതിൽ FIR വീണിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതാണ് നിയമം. അങ്ങനെ ചെയ്യാനാവൂ. ശരി. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഹേമ കമ്മിറ്റിയിൽ പരാതി നൽകാനോ മൊഴി നൽകാനോ പോലും ഇരകളോ ഈ ബന്ധപ്പെട്ടവരോ തയ്യാറായിരുന്നില്ല. നിരന്തരം സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് അത്തരം മൊഴികൾ ലഭിച്ചതെന്ന് ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇനി ഇവർ ഈ കഷ്ടപ്പെട്ട് മൊഴി നൽകിയ ആളുകൾ ഇനി പരാതിയുമായി പോലീസിൽ പോകണമെന്നാണ് സർക്കാരിന്റെ പിടിവാശി. ഹസ്കർ വിശദീകരിക്കുന്നതാണ്. അത് എത്രമാത്രം നിയമപരമാണ്? ഒന്നാമത് ഇരകളെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നവരെ സംരക്ഷിക്കുവാനാണ്, അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നവരെ സംരക്ഷിക്കുവാനാണ് നിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിലനിൽപ്പ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ഇത്ര ലാഘവത്തോടുകൂടി ഒരു സർക്കാരും അതുമായി ബന്ധപ്പെട്ടവരെ പിന്തുണയ്ക്കുന്നവരും നോക്കിക്കാണുന്നതിലെ വേദനയും ദൗർഭാഗ്യവും ഈ നിമിഷത്തിൽ പങ്കുവയ്ക്കാതെ പോകാതിരിക്കാൻ കഴിയില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. രാജ്യത്താദ്യമായ ഒരു കമ്മീഷൻ ഈ മേഖലയിൽ വെച്ചത് ഇടതുപക്ഷ സർക്കാരാണെന്ന് ഈ ഊറ്റം കൊള്ളുന്നവരോട് ഒന്ന് ചോദിക്കുന്നത്. രാജ്യത്താദ്യമായി ഒരു പട്ടാപ്പകൽ പോലെ തോന്നിക്കുന്ന എറണാകുളം MG റോഡിൽ വെച്ച് ഒരു യുവ നടിയെ ആക്രമിച്ച കേസ് ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് കേരളത്തിലുണ്ടായി. കേരളത്തിലെ പൊതുസമൂഹം, പ്രതിപക്ഷം, മാധ്യമങ്ങൾ, മനസാക്ഷിയുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി പ്രതിഷേധ സ്വരമുയർത്തി നിരന്തര പോരാട്ടം. ഏറ്റവും അവസാനം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് വന്ന് വളരെ കർശനമായ നിലപാടെടുത്തതിന് ശേഷമാണല്ലോ അത് വെച്ചത്. അല്ലാതെ ഒരു സുപ്രാതി പിണറായി വിജയന് ഉൾവിളി ഉണ്ടായി വെച്ചതൊന്നുമല്ല. ആ ദിവസങ്ങളൊന്നും നമ്മളാരും മറന്നിട്ടില്ല. നമ്മുടെയൊക്കെ ഓർമ്മയിൽ എന്നും പേടി സ്വപ്നമായി നിന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നമ്മളാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കമ്മിറ്റി വെച്ച് 2017 ജൂലൈയിൽ കമ്മിറ്റി വെച്ചു. 2019 ഡിസംബറിൽ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. 4.5 വർഷക്കാലം അതിൽ അടയിരുന്നു. ഞാൻ ഇപ്പോൾ പറയുന്നു, ഇന്ന് പുറത്തു വന്ന ചില ആരോപണങ്ങൾ തന്നെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ഉടൻ പിണറായി സർക്കാർ പുറത്തു വിട്ടിരുന്നുവെങ്കിൽ ആ കുട്ടികൾക്കെങ്കിലും ദുര്യോഗം ഉണ്ടാകില്ലായിരുന്നു. സർക്കാരാണ് അതിന് ഉത്തരവാദി. അതുപോലെ തന്നെ ഇത്തരം കമ്മീഷൻ ഓഫ് കോഗ്നിസബിൾ ഒഫൻസ് പോയി പരാതി കൊടുത്താൽ മാത്രമേ, ഇമെയിലായോ അല്ലാതെ പരാതി കൊടുത്താലോ മാത്രമേ കേസെടുക്കാമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിയമ വിദഗ്ധർ വളരെ കൃത്യമായി തന്നെ അങ്ങനെ അല്ലാതെ കേസെടുക്കാം, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കാമെന്ന് പറഞ്ഞു. എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസെടുക്കുന്നു. അതെന്തെടുപ്പാ? ഇന്ന് സംസ്ഥാനത്ത് ഒരു DGP ഇല്ലേ പോലീസിനെ ഏകോപിപ്പിക്കാൻ? ആ മനുഷ്യൻ ഉറക്കാണോ? കേൾക്കുന്നില്ല. സീരീസ് ഓഫ് ഒഫൻസസ് സ്ത്രീകൾക്കെതിരെ, പെൺകുട്ടികൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ട് ആ മനുഷ്യൻ ഇതുവരെ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. സംസ്ഥാനത്തെ DGPക്ക് ആഭ്യന്തര വകുപ്പുമായി സംസാരിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രശ്നമുണ്ട്, സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്ന ശ്രദ്ധയിൽപ്പെട്ടു, അതുകൊണ്ട് ബന്ധപ്പെട്ട സ്റ്റേഷനിൽ അവർ പറയുന്ന സ്ഥലത്തോ എവിടെയാന്ന് വെച്ചാൽ FIR ഇടണം എന്നതിനൊക്കെ സംബന്ധിച്ച് പോലീസിന് സംസാരിച്ചുകൂടെ? പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള ആ ആഭ്യന്തര വകുപ്പിന് മന്ത്രി ഇവിടെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണ് ചുമതല വഹിക്കുന്നത്. പലപ്പോഴും അങ്ങനെ തോന്നുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല, പൊതുജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് പറയുക അങ്ങനെ ചെയ്യാമായിരുന്നു, ചെയ്തില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചും തൊഴിലിടങ്ങളിലെ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും ഭക്ഷണത്തിൽ പോലും വിവേചനം കാണിക്കുന്ന, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സാഹചര്യം ഒരുക്കി കൊടുക്കാത്ത, തൊഴിലിടങ്ങളിൽ എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടതെന്ന് നിയമം നിഷ്കർഷിക്കുന്നത്, ആ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് കുറേ ആളുകളുടെ അധികാരവും ധാർഷ്ട്യവും അവരുടെ മേൽക്കോയ്മയും പങ്കുവെച്ച് ബാക്കി എല്ലാവരും ഒരു പരിധിവരെ അടിമകളെപ്പോലെ പറയുന്നത് കേട്ട് നിൽക്കണം. പറയുന്നത് കേട്ടില്ലെങ്കിൽ, അത് സെക്ഷൽ ഫേവർ ആണെങ്കിലും മറ്റെന്താണെങ്കിലും കേട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേന്നോട്ട് പണിയില്ല. അവരുടെ ആ സെറ്റിൽ പണിയില്ല എന്ന് മാത്രമല്ല, വേറൊരിടത്തേക്ക് വിളിക്കാനും അനുവദിക്കത്തില്ല. ഇത്രയും വലിയ ഹീനമായ വേർതിരിവുകളും ഹീനമായ അതിക്രമങ്ങളും
നടന്നു എന്ന് അറിഞ്ഞിട്ട് അതിന് മേൽ അടയിരിക്കുവാൻ പിണറായി സർക്കാരിനല്ലാതെ ലോകത്തേതെങ്കിലും സർക്കാർ അവരുടെ രാഷ്ട്രീയമൊക്കെ അവിടെ മാറിയിരിക്കട്ടെ, ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഇപ്പം വരൂ, പരാതിയുമായി വരൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ നേരത്തെ സൂചിപ്പിച്ച വാട്സപ്പ് ചാറ്റുകളും പെൻഡ്രൈവും അടക്കമുള്ള ലഭ്യമായ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അത് സംബന്ധിച്ചൊരു കേസ് എടുക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വിഷയം വന്നതിന് ശേഷമുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കേട്ട സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹം പറയുന്നത്. എങ്കിൽ പോലും സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കമുള്ള മന്ത്രി 2-3 വനിതാ മന്ത്രിമാരുണ്ടല്ലോ മന്ത്രിസഭയിൽ, ഇവർക്ക് വേദനിക്കുന്നില്ലേ? ഇവർക്ക് പൊള്ളുന്നില്ലേ? എനിക്ക് പൊള്ളുന്നുണ്ട്. ഓരോ സഹോദരിമാർക്കും ഉണ്ടായ, ഇവിടെ നമ്മുടെ ചർച്ചയിലുള്ള മീനു അടക്കമുള്ള സഹോദരിമാർക്കെതിരെ ഉണ്ടായ, അവർക്ക് സഹിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ, ചിലരൊക്കെ ചാനലുകൾ വന്ന് പൊട്ടിക്കരയും നെഞ്ചുപൊട്ടി കരയുന്നത് കണ്ട് ഉള്ളുലഞ്ഞ് നിൽക്കുന്നവരാണോ മനസാക്ഷിയുള്ള ഓരോ മലയാളിയും. അതിനിടെ ചിലർ പറയുന്നു ഭയങ്കര വിശുദ്ധിയുടെ ചിത്രങ്ങൾ, വിശുദ്ധിയുടെ തത്വമൊക്കെ പറയുന്നത്. ഇത് കള്ളക്കേസാണെങ്കിൽ അവർ കുറ്റവാളികളായി പോകുന്നില്ല. കള്ളക്കേസാണെങ്കിൽ തെളിയിക്കട്ടെ. കള്ളക്കേസ് കൊടുക്കുന്നവരെ മാതൃകപരമായി ശിക്ഷിക്കാനുള്ള നിയമം കൂടി കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഭാരതീയ ന്യായ സംഹിതയിലും മുമ്പുണ്ടായിരുന്ന IPCയിലും ഒക്കെ ഉണ്ട്. അത് ആ വഴിക്ക് നീങ്ങട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല. ജിംസ് ഒരു ടീമിനെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. ഞങ്ങളുടെ എല്ലാവരുടെ ആവശ്യം ഉയർന്ന വനിതാ IPS ഓഫീസർമാർ അടക്കമുള്ളവരെ വെക്കണമെന്ന്. ഇതിന് അതിൻ്റെ തലപ്പത്ത് നായകത്വം വഹിക്കാൻ പുരുഷ പോലീസ് വേണം, ആയിക്കോട്ടെ. അതിന് സൂപ്പർവൈസറെ പിന്നെയും പുരുഷ പോലീസ് വേണം, ആയിക്കോട്ടെ. ഈ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന മെറിൻ ജോസഫ് ഇതിൽ അംഗമാണ്. വളരെ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ കൊല്ലക്കാർക്കും കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കിളികല്ലൂർ സൈനികനെയും സഹോദരനെയും അതിക്രൂരമായി കിളികല്ലൂർ പോലീസ് ആക്രമിച്ചു. കിളികല്ലൂർ പോലീസ് തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമായിരുന്നു, അവരെ ആക്രമിക്കുന്നത്, പോലീസ് ആക്രമിക്കുന്നത്. ആ ലോകം മുഴുവനുള്ള മലയാളികൾ കണ്ട ആ വിഷ്വൽസിനെ അധികരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തു അങ്ങനെ പോലീസുകാർ ആരെയും അടിച്ചിട്ടില്ലെന്നാണ്. അങ്ങനെ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥയിൽ നിന്ന് എന്ത് നീതി കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയെങ്കിലും അവർ നേരെ പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച് ഈ ടീമിന്, അതുപോലെ മറ്റാരോപണങ്ങളും ഇതിൽ ചിലർക്കെതിരെ ഉണ്ട്. എന്തായാലും ഈ കേസിലെങ്കിലും സത്യസന്ധമായ ഒരു നിലപാട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിഥികളിലേക്ക് തിരികെ മിനു കുര്യൻ, ഈ മിനു ആരോപണം ഉന്നയിച്ച ആളുകൾ ഈ അമ്മ എന്ന സംഘടനയുടെ തന്നെ തലപ്പത്തുള്ള ആളുകളാണ്, വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. പലരും പറയുന്നത് പ്രകാരം പവർ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കാവുന്ന ആളുകൾ തന്നെയാണ് അവർ. ഇവരിൽ ഓരോരുത്തരും ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് അതിൻ്റെതായ ഗ്രാവിറ്റി ഉണ്ട്. ചിലതെല്ലാം ജാമ്യമില്ലാ കുറ്റങ്ങൾ തന്നെയാണ്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ കേസ് തന്നെ നമുക്കറിയാം. അതായത് ഒരു ചെറിയ പോരാട്ടത്തിലേക്കല്ല മിനു കടക്കുന്നു. മിനു ഇതുവരെ നേരിട്ട ദുരനുഭവങ്ങൾ പോലെയല്ല ഇനി കടക്കാൻ പോകുന്നത് അതിശക്തരായ ആളുകൾക്കെതിരെ ശക്തമായൊരു നിയമ പോരാട്ടമാണ്. ഈ എല്ലാവർക്കെതിരെയും നാളെ പരാതി കൊടുക്കുമോ? എല്ലാവർക്കെതിരെയും കൊടുക്കും, എല്ലാവർക്കും എതിരെ കൊടുക്കും. എന്നെ ബുദ്ധിമുട്ടിച്ച ഈ 7 പേർക്കെതിരെയും ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. ഇത് ഓരോരുത്തരുടെയും കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമാണ്. ചിലർ നിങ്ങളെ പുറത്താക്കാൻ പണിയെടുത്തവരാണ്, ഗൂഢാലോചന നടത്തിയവരാണ്, സിസ്റ്റമാറ്റിക്കായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചവരാണ്, മറ്റു ചിലർ ലൈംഗികമായി ഉപദ്രവിച്ചവരാണ്. അങ്ങനെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അതെ. ഈ അമ്മ സംഘടനയിൽ അംഗത്വം നൽകാതിരുന്നത്, നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും നൽകാതിരുന്നത് നിങ്ങൾ അമ്മയിൽ ചോദ്യം ചെയ്തിരുന്നു? അമ്മയിൽ അതിന് ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ, ചോദിക്കാനുള്ള അവസരമുണ്ടല്ലോ. ഈ അമ്മയിൽ തലപ്പത്തിരിക്കുന്നവർ ഈ 4 പേരുമാണ്. അവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്. അങ്ങനെ ഒരു പരാതിയായിട്ട് അവരെ സമീപിച്ചിരുന്നത് നേരത്തെ? ഞാൻ എവിടെയാണ് കൊടുക്കണ്ടേ? കാരണം അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ ഇവർ തന്നെയാണല്ലോ. ഈ ഇടവേള ബാബുവിന്റെ കൊടുത്തോളാൻ പറയും എല്ലാവരും. ഏതെങ്കിലും തരത്തിൽ സഹാനുഭൂതിയോടെ മിനുവിനോട് പെരുമാറിയ ആരുമില്ലേ ആ സംഘടനയിൽ? നടിമാർ പോലും ഇല്ല. ഞാനിത് ആരോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അതാ സത്യം. ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല ഇക്കാര്യം. പിന്നെ ഞാനിങ്ങനെ ഒരാളോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആരെ അയക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ഇടവേള ബാബുവിനെ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, അതായത് ഈ സെക്ഷൽ ആയിട്ടുള്ള മോശം സ്വഭാവം പെരുമാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതൊരു പോലീസ് പരാതിയിലേക്ക് പോകണ്ടെന്ന് ഫാമിലി പറഞ്ഞുകൊണ്ടാണോ, അതല്ല മിനു തന്നെ തീരുമാനിച്ചതാണോ? ഫാമിലി ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. ഞാൻ സ്വയം എടുത്ത ഒരു തീരുമാനമാണ്.
കാരണം ഞാനാണ് ഇതിന് ഇരയായിപ്പെട്ടത്. കാരണം 13 വർഷം ഇവർക്ക് എനിക്ക് തിരിച്ചു തരാൻ പറ്റും. കാരണം 13 വർഷം ഞാൻ എൻ്റെ നെഞ്ചിൽ കൊണ്ടു നടന്ന ഒരു സങ്കടമാണിത്, എനിക്കുണ്ടായ ഈ ഒരു വിഷമം. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് അത്രത്തോളം വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ടും ഇപ്പോഴും ആരൊക്കെ എതിർത്താലും ശരി, എങ്ങനെ വന്നാലും ഞാൻ, കാരണം ഇതിന് ഇങ്ങനെ ഹേമ കമ്മിറ്റിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്ലെസ് ആയിരുന്നു. ഇപ്പോൾ ഇന്ന് എല്ലാ കോൺഫിഡൻസും കം ഫോർവേഡ് ഇന്ന് നമ്മുടെ മിനിസ്റ്റർ വരെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിൽ എൻ്റെ സങ്കടവും ഞാനിവിടെ പറയാൻ തയ്യാറായത്. ഇതുകൊണ്ട് ഇനി സിനിമയിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഒരു മാതൃകയാവണം, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടോ മിനുവിന്? തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു നല്ല മെസ്സേജ് ആയിരിക്കണം. നമ്മൾ അതായത് മറ്റുള്ളവർക്ക് പാഠമായിരിക്കണം. ഇനി ഇന്ന് ഫ്യൂച്ചറിലുള്ള പെൺകുട്ടികൾക്കൊക്കെ വളരെ സ്വതന്ത്രമായിട്ട് എവിടെയും, ഐ മീൻ മലയാള ഫിലിമിൽ മാത്രമല്ല, അവർ വർക്ക് ചെയ്യുന്ന ഏത് പല പല സ്ഥലങ്ങൾ, ഹോസ്പിറ്റൽ ഉണ്ടാവാം, സ്കൂൾ ഉണ്ടാവാം, ടീച്ചേഴ്സ് ഉണ്ടാവാം, എല്ലായിടത്തും പെണ്ണുങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും കിട്ടണം. അവരെ ആരും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. മിസ്യൂസ് ചെയ്താൽ ഇതാണ് അനുഭവം എന്ന് അവർക്ക് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. കാരണം ഇതിനൊന്ന് പീഡിപ്പിക്കപ്പെട്ടാൽ ഇതൊരു വർഷം ഇല്ലയെന്നും എല്ലാവരും ഒന്ന് അറിഞ്ഞുകൊള്ളട്ടെ. എത്ര വർഷമാണെങ്കിലും നിയമം അത് എടുക്കും. ദേ വിൽ ടേക്ക് ആക്ഷൻ എന്നുള്ള കാര്യങ്ങളുടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശരി, ശ്രീ ബി എൻ അസ്കർ, സ്ത്രീപക്ഷ സർക്കാർ, പുരോഗമന മുഖമുള്ള സർക്കാർ എന്നൊക്കെയായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചത്. എന്നിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ സാമൂഹികമായ സമ്മർദ്ദമുണ്ടാകുമ്പോൾ അതേ തുടർന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളിൽ പരാതി നൽകിയാൽ കേസെടുക്കാമെന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പുരോഗമന മുഖത്തിന് തെളിവായി പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. മറ്റൊന്നും നടന്നിട്ടില്ല, അതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 4.5 വർഷമായി ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. എന്നിരിക്കെ ഈ സർക്കാർ എത്രമാത്രം സമൂഹത്തിൽ നിന്നുള്ളൊരു സമ്മർദ്ദം നേരിടുന്നുണ്ടാകും. ഇവിടെ സർക്കാർ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയാണ്, ഇത് അവസാനിപ്പിക്കണം, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു വിപ്ലവം വേണം ഇവിടെ എന്ന് സർക്കാർ ഒരു തീരുമാനിച്ചാൽ സർക്കാരിൻ്റെ മൂല്യം കൂടുകയുള്ളൂ. അത്തരമൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്താൻ CPM-ന് എന്താണ് തടസ്സം? അജിംസി, ഇതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിലും ഒരു ഇരകളോടൊപ്പം തന്നെ നിൽക്കണം എന്ന ആഗ്രഹത്തിനപ്പുറം വേട്ടക്കാർക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചവും ഒരുക്കുന്നതിന് തയ്യാറായിട്ടേ ഇല്ല. അങ്ങനെ തയ്യാറായി തയ്യാറായിട്ടില്ലെന്നല്ല, അത് നിയമപരമായി നടക്കാത്ത ഒരു കാര്യമാണ്, രാഷ്ട്രീയമായി നടക്കാത്ത കാര്യമാണ്. ഒരു സർക്കാരിന് ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഇരകളോടൊപ്പം, ഒരു സെക്കൻഡ്, ഞങ്ങൾ ഇരകളോടൊപ്പമാണ്, വേട്ടക്കാരോടൊപ്പം അല്ല എന്ന് ആർക്കും പറയാം. പക്ഷെ അവിടെയല്ല കാര്യം. ഒരു സർക്കാർ ചെയ്യേണ്ടത് രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുത്ത് ഇത് അവസാനം കൊണ്ടുവരണം, ഇത് അവസാനിപ്പിക്കണം. അതിന് വേണ്ടത് ഇച്ഛാശക്തിയാണ്. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നാണ് ചോദ്യം. അജിംസെ, ഏറ്റവും വളരെ ലളിതമായ അടുത്തൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് മീനു ഈ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയിട്ടുള്ളത്. മീനുവിനെ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ നേരിട്ട് വിളിച്ച് പരാതിയെ സംബന്ധിച്ച് സംസാരിച്ചിരിക്കുന്നു. അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമായ വാർത്തയല്ലേ നമുക്ക് മുന്നിൽ. മീനുവിനോട് വിവരങ്ങൾ ആരാഞ്ഞിരിക്കുന്നു. പരാതിയുമായി എത്തുന്നതിനാവശ്യമായിട്ടുള്ള ഊർജം പകരുന്നതിനും അവർക്ക് ആവശ്യമുള്ള സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായിട്ട് സർക്കാർ കൂടെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ പുറത്തു വരണമെന്നേ, വന്നു പറയണം വിവരങ്ങൾ. ആ വന്നു പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമപരമായി നമുക്ക് കേസെടുക്കാനാവൂ. അതാണ് ഒരു സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്യാനാവുള്ളൂ. അതിനപ്പുറം നിങ്ങൾ കരുതുന്നത് പോലെ എവിടെ നോക്കട്ടെ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ നിങ്ങളിപ്പോൾ പറയുന്ന അജിംസ് പറയുന്ന വാദമുഖം വെച്ചിട്ടാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാളെ ജസ്റ്റിസ് ഹേമയും ശാരദയും വിജയലക്ഷ്മിയും 3 പേരെയും പ്രതി ചേർക്കപ്പെടേണ്ട സാഹചര്യം വരും. അവർ തെളിവ് നശിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച വിവരം, കുറ്റകൃത്യത്തെ സംബന്ധിച്ച വിവരം അവർ പോലീസിന് പാസ്സാക്കിയില്ല, അതും കുറ്റകൃത്യമാണെന്നേ നിയമത്തിന് മുന്നിൽ. അപ്പോൾ അവരെ 3 പേരെയും കൂടി പ്രതി ചേർക്കുന്ന തരത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനാവൂ. അതാണോ നിയമ നടപടി? അവർ ചെയ്ത ഒരു ആക്ട്, ആ ആക്ടിനെ സംബന്ധിച്ച് അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അവരുടെ പഠന റിപ്പോർട്ടാണ്. അതിൽ നടപടിയെടുക്കാനാവില്ല, നിയമപരമായ പരിമിതിയാണ്. അത് നമുക്കിപ്പോൾ ഹൈക്കോടതിയിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞ് ഒരു ഉത്തരവ് വരുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടാം. അവിടെ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, ഞാനും തർക്കത്തിനില്ല. കോഗ്നിസബിൾ ഒഫൻസ്, വളരെ നീചമായ കുറ്റകൃത്യം പലരും ചെയ്തിട്ടുണ്ട് സ്ത്രീകളോട്. അവരെ ഒക്കെ സമൂഹത്തിന് മുന്നിൽ പച്ചയ്ക്ക് പിടിച്ചു നിർത്തണമെന്നേ. അവരെ ഒന്നും സംരക്ഷിക്കാൻ പാടില്ല, അവരോടൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും.
അവരോടൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ബി എൻ അസ്കർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പോക്സോ കേസുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു വിവരമുണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടുണ്ടാകാം. ഇനി ആ പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയുമായി വരണം എന്ന് പറയുന്നത് എത്രമാത്രം മനുഷ്യത്വരഹിതമാണ്. പോലീസിന് ഇത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ജിംസി ഇതെല്ലാം കണ്ടെത്തും. ഇത് കണ്ടെത്തുന്നതിന് ആവശ്യമായി ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഹൈക്കോടതിയും പറഞ്ഞത് ഇരകളുടെ വിവരങ്ങൾ പുറത്തുവിടാത്ത തരത്തിൽ അത് സെൻസർ ചെയ്തു മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അത്തരത്തിൽ അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ അത് നിയമത്തിന്റെ പരിമിതി കൊണ്ടാണ്. ആ പരിമിതിക്ക് അപ്പുറം കടക്കുന്നതിനാവശ്യമായി ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെ ഒരു കേസുണ്ട്. ആ കേസിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചാൽ ആ നിർദ്ദേശം അനുസരിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. ഏതൊരു സർക്കാരും അങ്ങനെ ചെയ്യാനാവൂ. ആ പരിമിതി കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ഇക്കാര്യത്തിൽ വിമർശനം. ഈ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? ഈ സെൻസിറ്റീവ് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഈ വിവരങ്ങൾ പ്രകാരം കേസെടുക്കാനാണ് അസ്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പോക്സോ കേസുണ്ട്, അതിൽ നിങ്ങൾക്ക് കേസെടുക്കാൻ ഒരു തടസ്സവുമില്ല. അത് അന്വേഷിച്ച് കണ്ടെത്താൻ നിങ്ങൾ അതിൽ മടിക്കുന്നു. എപ്പോ അപ്പോൾ പോക്സോ കേസിലാണെങ്കിൽ ഇനി വലിയൊരു അപകടമുണ്ട്. ജസ്റ്റിസ് ഹേമയടക്കം 3 അംഗങ്ങൾക്കെതിരെ 19(1) ഓഫ് പോക്സോ ആക്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തില്ലെങ്കിൽ 21 സർക്കാരിന് പാസ് ചെയ്തു. സർക്കാർ അത് DGPക്ക് കൊടുത്തു. സർക്കാരിന് പാസ് ചെയ്തു ആ വിവരം. സർക്കാർ അത് DGPക്ക് കൊടുത്തു. DGP ആണ് കേസെടുക്കാതെ മടക്കിയത്. ആ കേസെടുക്കാതെ മടക്കിയ DGPയെ മെട്രോ റെയിലിന്റെ ചെയർപേഴ്സണാക്കി. അല്ല, അത് അങ്ങനല്ല. നമുക്ക് രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നിയമം കൂടി ഇക്കാര്യത്തിൽ പറയണം. ഇതിൽ നിയമം ഞാൻ പറയുന്നത് ഒരു പോക്സോ കേസ് നടന്നു എന്ന് ജസ്റ്റിസ് ഹേമയ്ക്ക് മനസ്സിലായി. പോക്സോ കേസ് നടന്നു എന്ന് ജസ്റ്റിസ് ഹേമയ്ക്ക് മനസ്സിലായി. ആ വിവരം സർക്കാരിനെ അറിയിച്ചു. സർക്കാർ ഇത് പോലീസിനെ അറിയിച്ചു. പോലീസ് കേസെടുക്കാതെ മടക്കി. ഇവിടെ ആരാ കുറ്റക്കാരൻ? ജസ്റ്റിസ് ഹേമയാണോ? അജിംസെ, ആ പോക്സോ കേസ് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ പറഞ്ഞ അതിജീവിതയാണോ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്? അതറിയാമോ അജിംസിന്? ആരാ അത് പറഞ്ഞത്? ഇനി അത് ഹിയർസേ ആണെന്ന് പറഞ്ഞത്. അതായത് ഹിയർസേ ആണെന്ന് വാദിക്കുകയാണ്. എവിടെ കേട്ടറിഞ്ഞതാണ് എന്ന് വാദിക്കുകയാണ്. അത് ഇത്രയധികം ഒഫൻസിന്റെ ഒരു കൂട്ടമുള്ള റിപ്പോർട്ടിൽ ഇതെല്ലാം കേട്ടറിവുകളാണ്, ആരോ പറഞ്ഞതാണ്. അത്രമാത്രം വിശ്വാസ്യത ആ റിപ്പോർട്ടിനുള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയല്ല. കേട്ടറിവുകൾ ആ റിപ്പോർട്ടിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ഈ 8 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയോട് പഠിക്കാൻ പറഞ്ഞത്. 8 വിവരങ്ങളാണ്. അതിൽ ഒരു വിവരം മാത്രമാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും. മറ്റ് വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളിൽ സർക്കാർ ഉടനടി നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ICC ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോ സിനിമാ യൂണിറ്റുകളിലും. അതുപോലെ സർക്കാരിന്റെ തീരുമാനമായിരുന്നില്ല, കോടതി ഉത്തരവായിരുന്നു. ICC ഫോം ചെയ്തത് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ടല്ല, കോടതി ഉത്തരപ്രകാരമാണ് ഫോം ചെയ്യുന്നത്. WCC ഹൈക്കോടതി കൊടുത്ത അല്ല, അതിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? ഹൈക്കോടതിയിൽ ഫോം നിലപാടെടുക്കാൻ പറ്റും. ചേംബർ ഓഫ് കൊമേഴ്സിനോ അമ്മയ്ക്കോ പോലും ഇല്ല. പിന്നെ സർക്കാരിന് എടുക്കാതിരിക്കാൻ പറ്റും? അതൊക്കെ സർക്കാരിനെ വീമ്പ് പറയാൻ വേണ്ടി ഉപയോഗിക്കല്ലേ അസ്കർ, പ്ലീസ്? അല്ല, സർക്കാർ ICC വേണം എന്നുള്ള നിലപാടാണ് എടുത്തത്. എന്ന നിലപാട് ചേംബർ ഓഫ് കൊമേഴ്സിന് പോലും ഉണ്ടായിരുന്നില്ല. അല്ല, ഫിലിം ചേംബറിന് പോലും ഉണ്ടായിരുന്നില്ല. അവരാണല്ലോ വേണ്ട എന്ന് പറയേണ്ടത്. അല്ല, അത് വേണമെന്നേ. പോഷ് ആക്ട് പ്രകാരം ICC വേണം. എല്ലാ യൂണിറ്റുകളിലും ICC വേണം എന്നുള്ളത് നിയമം രാജ്യത്താകമാനം നടപ്പിലാക്കപ്പെടേണ്ടതല്ലേ? അപ്പൊ അത് സിനിമാ മേഖലയിൽ മാത്രം മാറ്റി നിർത്താൻ കഴിയും. അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ICC വന്നു എന്ന് അങ്ങ് വാദിച്ചുകൊണ്ട് മാത്രം ഞാൻ കൗണ്ടർ ചെയ്താണ്. സോറി ശ്രീ ബിന്ദു കൃഷ്ണ, 10-ാം തീയതി കേസ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരാൻ പോവുകയാണ്. 10-ാം തീയതി ഇപ്പോൾ എടുത്ത ഈ കേസുകൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന് കോടതിക്ക് മുമ്പിൽ പിടിച്ചു വെക്കാൻ പറ്റുമോ? തീർച്ചയായും ഇവിടെ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് എന്നുള്ളത് ഈ വിഷയത്തെ പിന്തുടരുന്ന അല്ലെ ഫോളോ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും വ്യക്തമാണ്. സർക്കാർ ഇരകളോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഇരകൾക്ക് വേണ്ടി നിയമാനുസൃതമായി അല്ലെങ്കിൽ നിയമപരമായി എങ്ങനെ ഇരകളെ സഹായിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നിമിഷം പോലും കേരളത്തിലെ പിണറായി സർക്കാർ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്ന് മിനുവും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കഴിഞ്ഞ ദിവസം ആവർത്തിക്കപ്പെട്ട ടെസ്സും ഒക്കെ
MLA മുകേഷിനെതിരായി ആരോപണം ഉന്നയിച്ചത്. കേവലമായ ആരോപണമല്ല, നിന്ദ്യവും നീചവും ക്രൂരവുമായ പീഡനത്തെക്കുറിച്ചും പീഡന ശ്രമത്തെക്കുറിച്ചുമുള്ള ആരോപണമാണ്. ആ ആരോപണം വന്നിട്ട് പോലും അതിനു മുമ്പ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ സിനിമാ നയത്തെ രൂപീകരിക്കാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയിൽ അംഗമാണ്. 10 പേരുള്ള കമ്മിറ്റിയിൽ അദ്ദേഹം നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴും അംഗമാണ്. എന്ത് സന്ദേശമാണ് കേരളത്തിലെ LDF സർക്കാർ ഈ അതിജീവിതമാർക്ക് കൊടുക്കുന്നത്, കേരളത്തിലെ സമൂഹത്തിന് കൊടുക്കുന്നത്, കേരളത്തിലെ പ്രതിഭാധനരായ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്? ഈ മുകേഷിന്റെ നയമെന്ന് പറയുന്നത് അമ്മയിൽ അംഗത്വം, അവർ അനുഭവസ്ഥ പറയുന്നത് അമ്മയിൽ അംഗത്വം കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിലാണെന്ന് വെളിവാക്കപ്പെടുന്നത് ഞാൻ അതിൽ വിശദാംശങ്ങളിലേക്ക് കടന്നുപോയില്ല. ആ നയമാണോ കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റണ്ടേ? അതടക്കമുള്ള കാര്യങ്ങൾ. പിന്നീട് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ജസ്റ്റിസ് ഹേമയ്ക്കെതിരായിട്ട് കേസ് വരും. ജസ്റ്റിസ് ഹേമയ്ക്കെതിരായിട്ട് എങ്ങനെ കേസ് വരുന്നത്? അവരുടെ ജോലി, അവരെ ഏൽപ്പിച്ച ജോലി കൃത്യമായി അറിയിക്കേണ്ടിടത്ത് അറിയിച്ചു. റിപ്പോർട്ട് നേരിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് കൊടുത്തത്. മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുന്നത്. ആ ആഭ്യന്തര വകുപ്പിന് അതിന് അനുസൃത നിയമപരമായ നടപടി എടുക്കണ്ടായിരുന്നോ? അങ്ങനെ നടപടി എടുക്കാത്ത പ്രതികളെ തേടി പോവുകയാണെങ്കിൽ 1-ാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ അല്ലാന്ന് സംശയമുണ്ടോ ആർക്കെങ്കിലും? ആഭ്യന്തര വകുപ്പിന് ചുമതല വെച്ചിട്ട് 4 വർഷമായിട്ട് അത് പൂഴ്ത്തി വെച്ചിട്ട് എന്തായാലും ഒരു അഭിനേത്രി തുടങ്ങി വെച്ച ധീരമായ ഒരു പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ദീപശിഖ എന്താൻ മറ്റുള്ള അതിജീവിതമാർ കൂടി രംഗത്ത് വരുന്നു, അവർക്ക് ആ ധൈര്യം ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷാ നിർഭരമായ ഒരു സന്ദർഭമാണിത്. വളരെ നന്ദി മിനു, ബിന്ദുകൃഷ്ണ, ബി എൻ അസ്കർ ഇത്രയും സംസാരിച്ചതിന്.